ഹാലേൽ ഹാലേൽ വാഴ്ത്തി പാടിൻ നേലിറയർ ബേഥലഹേമിൽ വാഴ്ത്തിയപ്പോ വാഴ്ത്തിപ്പാടിൻ ദൈവാത്മജരേ വാഴ്ത്തിപ്പാടിൻ ദൈവാത്മജരേ. ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനം, വചനം ജഡമായി നമ്മിൽ ആവസിച്ചു. ഇതാണ് ക്രിസ്തുമസിൻ്റെ ഹൃദയവാക്യം. ദൈവം ദൂരെയുള്ളവനായി തുടരാതെ മനുഷ്യനായി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്ന ദിനം. എന്നാൽ ഇന്നത്തെ ലോകത്ത് ഈ വചനത്തിൻ്റെ ആഴം പലപ്പോഴും ആഘോഷങ്ങളുടെ ശബ്ദത്തിൽ മങ്ങിപ്പോകുന്നുണ്ട്. ഇന്ന് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ പലർക്കും അതൊരു ഉത്സവകാലം മാത്രമാണ്. വിളക്കുകൾ, പാട്ടുകൾ, സമ്മാനങ്ങൾ, കുടുംബസംഗമങ്ങൾ അവയെല്ലാം നല്ലതാണ്. എന്നാൽ ചോദ്യം ഇതാണ്: ഈ എല്ലാത്തിനുമിടയിൽ ക്രിസ്തു എവിടെയാണ്? ആഘോഷമുണ്ട്, പക്ഷെ ആരാധന കുറവാണ്. സന്തോഷമുണ്ട്, പക്ഷേ സമർപ്പണം കുറവാണ്. പാട്ടുകളുണ്ട്, പക്ഷേ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം പലപ്പോഴുമില്ല. ബെത്ലഹേമിലെ രാത്രിയിൽ ദൂതന്മാർ പറഞ്ഞത് ഓർക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം തിരുവചനം, എന്തെന്നാൽ ദാവീദിൻ്റെ നഗരിയിൽ മശിഹാ കർത്താവായ രക്ഷകൻ ഇന്ന് നിങ്ങൾക്കായി ജാതം ചെയ്തിരിക്കുന്നു. അതൊരു വാർത്തയല്ലായിരുന്നു, അതൊരു പ്രഖ്യാപനമായിരുന്നു. ദൈവം മനുഷ്യനെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള പ്രഖ്യാപനം. എന്നാൽ ഇന്നത്തെ ലോകം നമ്മളെ നോക്കുമ്പോൾ അവർ ആ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്നുണ്ടോ? അവർ ക്രിസ്തുവിനെ നമ്മിലൂടെ കാണുന്നുണ്ടോ? ഇവിടെ സാഹിത്യത്തിൻ്റെ ലോകത്തിൽ നിന്നൊരു കഥ നമ്മെ ശക്തമായി പഠിപ്പിക്കുന്നു. വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസ് എന്ന കൃതിയിലെ ജീൻ വാൽജിൻ എന്ന കഥാപാത്രം. ജീൻ വാൽജിൻ 19 വർഷം ജയിലിൽ കഴിഞ്ഞ ഒരു മനുഷ്യനാണ്. ഒരു ചെറിയ അപ്പം മോഷ്ടിച്ചതിനാണ് അവൻ ജയിലിൽ പോകുന്നത്. ജയിൽ അവൻ്റെ ഹൃദയം കഠിനമാക്കി. സമൂഹം അവനെ ഒരു കുറ്റവാളിയായി മാത്രം കണ്ടു. ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആരും അവനെ സ്വീകരിച്ചില്ല. വീടുകളുടെ വാതിലുകൾ അടഞ്ഞു, മനുഷ്യരുടെ മനസ്സുകളും അടഞ്ഞിരുന്നു. ഒരു രാത്രിയിൽ ക്ഷീണിച്ചും വിശന്നും അവനൊരു ഗ്രാമത്തിലെത്തുന്നു. അവിടെ ഒരു ബിഷപ്പിൻ്റെ ഭവനത്തിൽ അവനെ സ്വീകരിക്കുന്നു. ഭക്ഷണം നൽകുന്നു, ഉറങ്ങാനിടം അവന് കൊടുക്കുന്നു. അത് ജീൻ വാൽജിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള അർഹതയില്ലാത്തൊരു സ്നേഹത്തിൻ്റെ അനുഭവമായിരുന്നു. എന്നാൽ ആ രാത്രിയിൽ അവൻ തൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകുന്നു. ബിഷപ്പിൻ്റെ അരമനയിൽ നിന്നുള്ള വെള്ളിപ്പാത്രങ്ങൾ മോഷ്ടിച്ച് അവൻ ഓടിപ്പോവുകയാണ്. പോലീസുകാർ അവനെ പിടിക്കുകയും അവനെ ബിഷപ്പിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു നിർണായക നിമിഷമായിട്ട് അത് മാറുകയാണ്. പോലീസുകാർ ചോദിക്കുമ്പോൾ ആ ബിഷപ്പ് നൽകുന്ന ഒരു മറുപടിയുണ്ട്: നീ മെഴുകുതിരിക്കാലുകൾ എടുത്തോളൂ, മെഴുകുതിരി കൊണ്ടുപോയില്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇവിടെ ശാസനയില്ല, കോപമില്ല, ഒരു പ്രസംഗവുമില്ല. അവിടെ കരുണ മാത്രം. ആ ബിഷപ്പിൻ്റെ ആ വാക്കുകൾ, ആ നിമിഷത്തിൽ ജീൻ വാൽജിൻ ആദ്യമായിട്ട് ക്രിസ്തുവിനെ കാണുകയാണ്. അത് ഒരു രൂപത്തിലല്ല, ഒരു വാക്കിലല്ല, മറിച്ച് ഒരു ജീവിത സാക്ഷ്യത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 13-ാം തിരുവചനം, കരുണയാകുന്നു, ബലിയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ആ കരുണയാണ് ജീൻ വാൽജിൻ്റെ ജീവിതം മാറ്റിയത്. അവനൊരു പുതിയ മനുഷ്യനായി മാറി, മറ്റുള്ളവർക്കായി ജീവിക്കാൻ തുടങ്ങി. അവൻ്റെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമായി. പ്രിയപ്പെട്ടവരെ, ഇതുതന്നെയാണ് ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ അർത്ഥം. ക്രിസ്തുമസ് വെറും ആഘോഷമല്ല, അത് ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുവാനുള്ള വിളിയാണ്. നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാം തിരുവചനം. ബെത്ലഹേമിലെ നക്ഷത്രം യേശുവിലേക്ക് വഴികാട്ടിയതുപോലെ നമ്മുടെ ജീവിതവും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കണം. ഈ ക്രിസ്തുമസിൽ ലോകം നമ്മുടെ വീടുകളിലേക്കും ജീവിതങ്ങളിലേക്കും നോക്കുമ്പോൾ അവർ അലങ്കാരങ്ങൾ മാത്രം കാണരുത്, ആഘോഷങ്ങൾ മാത്രം കാണരുത്. അവർ ക്രിസ്തുവിനെ തന്നെ കാണട്ടെ. കാരണം
ക്രിസ്തുമസ് ആഘോഷിക്കപ്പെടേണ്ട ഒരു ദിനം മാത്രമല്ല, അത് ഒരു ജീവിതമാകണം, ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന ജീവിതം. ദൈവം അനുഗ്രഹിക്കട്ടെ.